സ്വർഗത്തിലേക്കുള്ള നിന്റെ വഴി ഞെരുക്കമുള്ള വഴിയാണ്, ബുദ്ധിമുട്ടുള്ള വഴിയാണ്, ഒത്തിരിയേറെ പ്രയാസങ്ങൾ നിറഞ്ഞ വഴിയാണ്. അവിടെ നീ യുദ്ധം ചെയ്യേണ്ടി വരും. അപ്പോ നിന്റെ സ്വർഗസ്ഥനായ പിതാവ് നീ സ്വർഗത്തിലെത്തുന്ന വഴിയിൽ വെച്ച് തളർന്നു വീഴാതിരിക്കാൻ, നിന്നെ ആരും തകർത്ത് കളയാതിരിക്കാൻ, നിനക്ക് ആരോഗ്യം ലഭിക്കാൻ വേണ്ടി സ്വന്തം പുത്രനെ കഷണമാക്കി മുറിച്ചു വെച്ച് തന്നിരിക്കുന്നതാണ് ഈ വിശുദ്ധ കുർബാന. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധ കുർബാനയുടെ പുറംതിരിഞ്ഞു നിന്നാൽ, ഈ കുർബാനയുടെ പുറംതിരിഞ്ഞു നിന്നാൽ നമുക്ക് സ്വർഗത്തിലെത്താൻ പറ്റുകയില്ല, യാതൊരു വഴിയില്ല. അതുകൊണ്ടാണ് സഭ വളരെ വ്യക്തമായി നമ്മോട് പറയുന്നത്, ഞായറാഴ്ച പരിശുദ്ധ കുർബാനയിൽ പൂർണ്ണമായി സംബന്ധിക്കാതിരുന്നാൽ, വിശുദ്ധ കുമ്പസാരം നടത്താതെ കുർബാന സ്വീകരിക്കാൻ പാടില്ല. ബാക്കി എല്ലാ കാര്യത്തിലും നിങ്ങൾ ലഘുവായ പാപങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ നീ വിശുദ്ധ കുർബാനയുടെ സമയത്ത് തൊട്ടടുത്ത് എനിക്ക് അവസരം കിട്ടുമ്പോൾ ഉപസാരിച്ചോളാം എന്ന് വാഗ്ദാനം ചെയ്ത് ഇളമയുടെ പാപമോചനത്തിനായി പ്രാർത്ഥിച്ചിട്ട് കുർബാന സ്വീകരിക്കാം എന്ന് പഠിപ്പിക്കുന്ന സഭ വളരെ വ്യക്തമായിട്ട് നമ്മോട് പറയും, ഞായറാഴ്ച മുഴുവൻ കുർബാനയിൽ സംബന്ധിക്കുന്നില്ല എങ്കിൽ, അതെന്ത് കാരണം കൊണ്ടാണെങ്കിലും കുർബാനയിൽ സംബന്ധിക്കുന്നില്ലെങ്കിൽ കുമ്പസാരിക്കാതെ കുർബാന സ്വീകരിക്കാൻ പാടില്ല എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ചെയ്യാവുന്ന ഏറ്റവും വലിയ ദൈവ നിന്നയാണ് ഞായറാഴ്ച ഇതിനേക്കാൾ വലിയ തിരക്കുണ്ട് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നിന്നെ സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടി, നിനക്ക് വേണ്ടി കർത്താവ് ഒരു കാര്യമില്ല, നിന്നെ സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടി തമ്പുരാൻ കർത്താവ് സ്വന്തം പുത്രനെ ഈ ലോകത്തിലേക്ക് വിട്ട് സഹിക്കാവുന്ന മുഴുവൻ സഹനം സഹിച്ചിട്ട് നിന്നോടുള്ള സ്നേഹം കൂടി 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 കൊതി തീരാനിട്ട് കർത്താവ് അപ്പമായി നിന്റെ അടുത്തോട്ട് വരിക. എന്താണെന്നറിയാമോ? ഞാൻ നിന്റെ ഉള്ളിൽ കയറാം, നിന്നെ ഞാൻ എന്റെ ഉള്ളിൽ എടുത്തോണ്ട് സ്വർഗത്തിൽ കയറ്റാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്ന് പറഞ്ഞാൽ മനുഷ്യന് കർത്താവ് കൊടുത്തത് പറുദീസയാണ്. അവൻ അവിടെ വരെ അവകാശമുള്ളൂ. മനുഷ്യന് പറുദീസ വരെ അവകാശമുള്ളൂ. മനുഷ്യൻ സ്വർഗത്തിൽ കയറണമെങ്കിൽ ദൈവത്തിന്റെ ദൂതന്മാരും ദൈവപുത്രനും കയറുന്നതാണ് സ്വർഗം. അവിടെ നിന്നെ കേൾക്കണമെങ്കിൽ നിന്നെ ദൈവപുത്രനാക്കിയെങ്കിലേ അവിടെ കേൾക്കാൻ പറ്റുള്ളൂ. ഇവിടെ കിട്ടുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ കർത്താവ് എന്ന വാഗ്ദാനം എന്നറിയാമോ? നീ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഞാൻ നിന്നിലും നീ എന്നിലുമാണ്. എന്താണ് പറയുന്നത്? ഞാൻ നിന്നിലും നീ എന്നിലും എന്ന് പറഞ്ഞാൽ കർത്താവ് നമ്മുടെ ഉള്ളിൽ വരുന്നത് പറയാൻ നമുക്ക് വിശ്വസിക്കാൻ എളുപ്പമാണ്, നമ്മൾ സ്വീകരിക്കുന്നുണ്ടല്ലോ. അതേസമയത്ത് കർത്താവ് പറയാണ്, നീ എന്നിലും ഞാൻ നിന്നിലും. എന്ന് പറഞ്ഞാൽ നീ കുർബാന സ്വീകരിക്കുമ്പോൾ നീ കയറുന്നത് കർത്താവിന്റെ ഉള്ളിലാണ്. പിന്നെ നടന്ന സ്വർഗത്തിൽ കയറുന്ന ആരാണ്? ഈശോയാണ്. എന്ന് പറഞ്ഞാൽ ദൈവപുത്രന് മാത്രമേ അവിടെ കയറാൻ പറ്റുള്ളൂ. നിന്നെ അകത്തെടുത്തോടാണ് നിന്നെ കർത്താവ് സ്വർഗത്തോട് എത്തിക്കുന്നത്. അതാണ് എന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് പറയുന്നത് കുർബാന സ്വീകരിക്കാതെ കർത്താവ് നിന്നെ അകത്തോട്ട് വെക്കാൻ പറ്റുകയില്ല. കുർബാന സ്വീകരിച്ചെങ്കിലേ നീ സ്വർഗത്തിൽ എത്തുള്ളൂ എന്ന് പറയാനുള്ള കാരണം അതുകൊണ്ടാണ്. നീ യോഗ്യതയോടെ ഈ അപ്പം സ്വീകരിക്കുകയും ഈ പാനപാത്രത്തിൽ കുടിക്കുകയും ചെയ്താൽ നീ എവിടെ എത്തും? വേറെ ഒന്നും ചെയ്യണ്ട, യോഗ്യതയോടെ കുർബാന സ്വീകരിച്ചാൽ മാത്രം മതി നീ എവിടെയെത്താൻ? സ്വർഗത്തിലെത്താൻ. അതേ നാമത്തിന്റെ കർത്താവ് പറയാണ്, കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 11-ാം അധ്യായം 29-ാമത്തെ വാക്യം. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഈ അപ്പത്തിൽ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തന്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ ഈ ഒറ്റ കാര്യം ചെയ്താൽ മതി. അയോഗ്യതയോടെ കുർബാന സ്വീകരിച്ചാൽ മാത്രം മതി നമ്മൾ എവിടെ പോവാൻ? നരകത്തിൽ പോവാൻ. എന്ന് പറഞ്ഞുകൊണ്ട് അയ്യോ എനിക്ക് യോഗ്യതയില്ലേ, അതുകൊണ്ട് ഞാൻ കുർബാന സ്വീകരിക്കുന്നില്ലേ എന്ന് പറയാൻ പറ്റുമോ? കാരണം എന്താണ്? ഇത് സ്വീകരിക്കുന്നില്ലെങ്കിൽ നിനക്ക് എവിടെ പോകാൻ പറ്റുമല്ല? സ്വർഗത്തിൽ പോകാൻ പറ്റുമല്ല. അതായത് നിനക്ക് യോഗ്യതയില്ല എന്ന എക്സ്ക്യൂസ് വെച്ച് നിനക്ക് കുർബാന സ്വീകരിക്കാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ സാധ്യമല്ല. കാരണം നിനക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ആവർത്തിച്ച് ചെയ്യാവുന്ന കൂദാശയായി കർത്താവ് ഉപസാരം ഒരുക്കി വെച്ചിട്ടുണ്ട്. നീ അയോഗ്യനാണെങ്കിൽ നീ യോഗ്യതയുടെ കുർബാന സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും ആവർത്തിക്കാവുന്ന കൂദാശയായി കർത്താവ് ഉപസാരത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്നത് നീ എപ്പോഴും ഇത് സ്വീകരിക്കണം എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, എന്തുമാത്രം അവസരം കിട്ടുന്നോ അത്രയും അവസരത്തിൽ കുർബാന നമ്മൾ സ്വീകരിക്കാൻ പഠിക്കണം. കാരണം ഇതല്ലാതെ എന്റെ രക്ഷയ്ക്ക് വേറെ ഒരു മാർഗവുമില്ല. ഇതല്ലാതെ വേറൊരു മാർഗം എന്ന് ഉണ്ടെന്ന് ആരെങ്കിലും പഠിപ്പിച്ചാൽ അവൻ വചനത്തിന് വിരുദ്ധമായി പഠിപ്പിക്കുന്നത്. കാരണം കർത്താവ് പറയാണ്, ഇത് ഭക്ഷിക്കരുത് നിത്യജീവനുണ്ട്, ഇത് ഭക്ഷിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടായിരിക്കുകയില്ല. ഈശോയെ എവിടെ വെച്ച് ഏത് രൂപത്തിൽ കണ്ടാലും തിരിച്ചറിയുന്ന ഒരുത്തനുണ്ട്. ആരാണ്? പിശാച് അല്ലെ? കർത്താവ് മനുഷ്യനായിട്ട് ഈ ലോകത്ത് കടന്നപ്പോ എവിടെ വെച്ച് കണ്ടാലും കേൾക്കാൻ പറയും, നീ ആരാണെന്ന് എനിക്കറിയാം,
നീ ആരാണെന്ന് എനിക്കറിയാം, നീ സത്യമായ ജീവനുള്ള കർത്താവാണ്, അല്ലെ, സത്യമായ ദൈവത്തിന്റെ പുത്രനായ മിശിഹായാണ് എന്ന് ഈ ചെലുത്താനെ പ്രവചിച്ചാലും പറയും. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിന്റെ മുഴുവൻ മുമ്പിൽ ചെലുത്താൻ പറയുന്നത് ഇത് സത്യമായി നിങ്ങൾ വിചാരിക്കുന്ന ഒരു സാധനമല്ല, ഇത് സത്യമായി ജീവനുള്ള കർത്താവാണ്. നിങ്ങൾ സാത്താൻ സേവയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? എന്താണ് സാത്താൻ സേവ? എന്താണ്? പിശാചിനെ പ്രസാദിപ്പിച്ച കാര്യങ്ങൾ നേടുക എന്ന് പറയുന്നതാണ് എന്ത്? സാത്താൻ സേവ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് മാലാഖമാരെക്കാളും അല്പം താഴ്ത്തിയാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ കഴിവിനേക്കാളും, മനുഷ്യന്റെ കഴിവിന്റെ 5% പോലും ഒരു മനുഷ്യന് ഇരിക്കേണ്ട കാലം മുഴുവനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ബാക്കി 95 കഴിഞ്ഞ് പിന്നെ ശക്തി ഉണ്ടാർക്ക് അത് മാലാഖയ്ക്ക്, അല്ലെ? ഇതേ മാലാഖ വഴി തെറ്റിയതാണ് ആര്? സ്ഥാനത്ത്. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഈ ചെലുത്താൻ അപാര ശക്തിയുണ്ട്, നമുക്ക് വിചാരിക്കാൻ പറ്റാത്തത്തോളം ശക്തിയുണ്ട്. അതുകൊണ്ട് ഈ ചെലുത്താനിൽ നിന്ന് കാര്യങ്ങൾ നേടുക നമുക്ക് എളുപ്പമാണ്. കാരണം അവന് ഇഷ്ടമുള്ള പ്രവൃത്തി ചെയ്താൽ മതി. ബലാത്സംഗങ്ങൾ ചെയ്യുക, ക്രൂരകൃത്യങ്ങൾ ചെയ്യുക, മറ്റുള്ളവരെ പീഡിപ്പിക്കുക, അല്ലെങ്കിൽ മയക്കുമരുന്ന്, മദ്യപാനം തുടങ്ങിയ കാര്യങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുക, അതിന് അഡിക്റ്റ് ആക്കുക, ഇതൊക്കെ ചെയ്താൽ മതി. അല്ലെങ്കിൽ മനുഷ്യ കുരുതി നടത്തുക, അതിന്റെ ചോര കൊടുക്കുക, ഇതൊക്കെ ചെയ്താൽ ആര് പ്രസാദിക്കും? പിശാച് പ്രസാദിക്കും. പക്ഷെ പിശാച് പ്രസാദിക്കുമെന്ന് ഇവർക്ക് 100% ഉറപ്പുള്ള ഒരു പ്രവൃത്തിയുണ്ട്. കുറെ കാലം മുമ്പ് എല്ലാ പത്രങ്ങളിലും മുഖലേഖനമായിട്ട് എഴുതി വന്നിരുന്ന കാര്യമാണ് സാത്താൻ സേവ ചൂട് പിടിക്കുന്നു, അതിന്റെ വിശദീകരണങ്ങളൊക്കെ എഴുതി വന്നതാണ്. അപ്പൊ അവർക്ക് ഉറപ്പുള്ള ഒരു കാര്യമാണ്, പിശാച് പ്രസാദിക്കുമെന്ന് ഉറപ്പുള്ള ഒരു കാര്യമാണ് എന്ത്? ബ്ലാക്ക് മാസ് എന്ന് പറയും. ബ്ലാക്ക് മാസ് കേട്ടിട്ടുണ്ടോ? അതെന്താ സംഭവം അറിയാമോ? എന്ന് പറഞ്ഞാൽ അർപ്പിക്കപ്പെട്ട പരിശുദ്ധ കുർബാന, സഭയിൽ അർപ്പിക്കപ്പെട്ട പരിശുദ്ധ കുർബാന മോഷ്ടിച്ചുകൊണ്ട് പോകും. ആ മോഷ്ടിച്ചുകൊണ്ട് പോയതാണ് എത്ര രൂപ കൊടുത്തിട്ടാണ് അവർ വാങ്ങിക്കും. അത് വാങ്ങിച്ചിട്ട് അതിനെ അവഹേളിക്കുക എന്ന് പറയുന്നതാണ് ബ്ലാക്ക് മാസ് എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ നഗ്നമേനി ബലിപീഠം മാറ്റി വെച്ചിട്ട് അവരുടെ രഹസ്യാവയവങ്ങളിൽ കൊണ്ടുപോയി വെക്കുക, ആർത്തവരപ്പത്തിലിട്ട് കലക്കുക, ചാണകത്തിലിടുക, ചവിട്ടി മെതിക്കുക, വിശുദ്ധ കുർബാന ചവിട്ടി മെതിക്കുക, ഇതൊക്കെയാണ് ഈ പറയുന്ന കാര്യങ്ങൾ ബ്ലാക്ക് മാസ് എന്ന് പറയും. അപ്പോ ഈ ബ്ലാക്ക് മാസ് ചെയ്താൽ ഉറപ്പായിട്ടും ചെലുത്താൻ പ്രസാദിക്കുക നമുക്ക് ഉറപ്പാണ്. അവർ എപ്പോഴും കൃത്യമായിട്ട് പറയുന്നത് എത്ര രൂപ മുടക്കിയാണെങ്കിലും അവരത് വാങ്ങി. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തില് ഇഷ്ടം പോലെ മതങ്ങളുണ്ട്. എല്ലാ മതങ്ങൾക്കും അതിന്റെ വിശുദ്ധ വസ്തു എന്നറിയപ്പെടുന്ന സാധനങ്ങളുണ്ട്. പക്ഷെ ഈ സാത്താൻ സേവക്കാർക്ക് വിശുദ്ധ കുർബാനയല്ലാതെ വേറൊന്നും വേണ്ട. ഈ ചെലുത്താന് ഈ വിശുദ്ധ കുർബാന അവഹേളിക്കാനല്ലാതെ വേറെ ഒന്നിനും അവൻ പ്രസാദിക്കില്ല. ഈ വിശുദ്ധ കുർബാന എത്ര രൂപ കൊടുത്തവർ വാങ്ങി. ഞാൻ നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള ഒരു ധ്യാനിപ്പിക്കുന്ന ഒരു അച്ഛനുമായിട്ട്, ഒരു ധ്യാനകേന്ദ്രത്തിന്റെ അച്ഛനുമായിട്ട് ഇങ്ങനെ സംസാരിച്ച സമയത്ത് അച്ഛൻ ഒരു സംഭവം പറഞ്ഞതാണ്. അച്ഛന്റെ ധ്യാനകേന്ദ്രത്തിൽ ഒരു മനുഷ്യൻ വന്നേ, ഇയാൾ ഭയങ്കര ബഹളമാണ്, ഭയങ്കര പ്രശ്നം, ഇറങ്ങി ഓടുന്നു, പെട്ടെന്ന് ഒച്ച ഉണ്ടാക്കുന്നു, പെട്ടെന്ന് ഞാൻ ചാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒച്ച ഓടണം. ഇത് തന്നെ പരിപാടി. ഒരുമാതിരിപ്പെട്ട കേസുകളിൽ 2 ദിവസം കൊണ്ടൊക്കെ അവിടെ ഒതുങ്ങും. പക്ഷെ ഈ പുള്ളി ഒതുങ്ങിയില്ല. 3ാമത്തെ ദിവസമായപ്പോൾ അച്ഛൻ അസ്വസ്ഥതയായി. അച്ഛൻ പയ്യെ അവിടെയുള്ള നിത്യാരാധന ചാനലുകളുണ്ട്, അവിടെ എല്ലാം പറഞ്ഞു ഇതൊരു പ്രത്യേക ശുശ്രൂഷയാണ്, നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണമെന്നെല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചു. അവരെല്ലാം പ്രാർത്ഥന തുടങ്ങി. ഈ മനുഷ്യനെ കൊണ്ടുവന്നു. അച്ഛൻ ഈ ഭൂതാചാടനം, പിശാചിനെ ഒഴിപ്പിക്കുന്ന പ്രക്രിയ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ പ്രാർത്ഥനയോട് പ്രാർത്ഥിച്ചു. ഇയാൾ അച്ഛനെ ആക്രമിക്കാനായിട്ട് വരുന്നു, പെട്ടെന്ന് ബോധം കെടുന്നു, ചിലപ്പോൾ തെറി പറയുന്നു. അങ്ങനെ കുറെ പ്രാവശ്യം ആവർത്തിച്ച് ഹന്നാമണ്ണം തെളിച്ച് നിൽക്കുകയാണ്. ഒരു പ്രാവശ്യം അച്ഛനിങ്ങനെ പ്രാർത്ഥിച്ച സമയത്ത് ഇയാൾ തെറിച്ചു പോയി ഭിത്തിക്കെട്ടിടിച്ചിട്ട് ബോധം കെടുന്ന ആളുകൾ. അതായത് ഹന്നാമണ്ണമൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ഇയാളെ ശാന്തനായി കഴിഞ്ഞ ഇയാളോട് സംസാരിച്ച സമയത്ത് ഇയാൾ പറയാണ്, അച്ഛാ ഞാൻ എനിക്ക് ജീവിച്ചിരിക്കാൻ അവകാശമില്ലാത്തവരാ അച്ഛൻ, ഞാൻ യൂദാസാച്ച എന്നൊക്കെ ഇയാൾക്ക് അറിയാം. സംഭവം ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു അവരുടെ നാട്ടില് വിശുദ്ധ കുർബാന കയ്യിലാണ് സ്വീകരിക്കുന്നത്, കയ്യിലാണ് കുർബാന സ്വീകരിക്കുന്നത്. ഇയാൾ കയ്യിൽ സ്വീകരിച്ച് 3 പ്രാവശ്യം ഇത് കൊണ്ടുപോയി വിറ്റു. ഉൾക്കൊണ്ടില്ല, ഇത് കൊണ്ടുപോയി വിറ്റു. അതിന്റെ 2 പ്രാവശ്യം വിറ്റപ്പോൾ നമ്മൾ ഹോസ്റ്റൽ കൊണ്ട് കൊടുത്താണ് കാശ് കയറുന്നത്. ഇവരെ കൊണ്ട് കൊടുത്തു കഴിയുമ്പോ ഇവരിത് അകത്തോട്ട് കൊണ്ടുപോയി ഏതാണ്ടൊക്കെ ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ടാണ് തിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കുന്നത്. 3ാമത്തെ തവണ ഇയാൾ കയറി സമയത്ത് ഇയാൾ പറഞ്ഞു എനിക്കൂടെ ടെസ്റ്റ് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. അവർ വിളിച്ചുകൊണ്ട് പോയി ടെസ്റ്റ് കാണിച്ചു. ഇയാൾ പറയുകയാണ്, വെച്ചാൽ ആടിന്റെ തലയോട്ടി പോലത്തെ ഒരു സാധനം ഉണ്ട് വെച്ചാൽ അതിനകത്തേക്ക് കുർബാന എടുത്തിടും. അർപ്പിക്കപ്പെട്ട കുർബാനയാണെങ്കിൽ അവിടെ നിൽക്കുന്ന സകലം ഉറങ്ങി തുള്ളാൻ തുടങ്ങും. നമ്മൾ കണ്ടാ പേടിച്ചു പോയി. ഇയാൾ പറയാണ്, അച്ഛൻ ഞാൻ കണ്ടച്ച എന്റെ കർത്താവിന്റെ മുഖത്ത് ആളുകൾ തുപ്പുന്നത് ഞാൻ കണ്ടച്ച, എന്റെ കർത്താവിനെ ആളുകൾ ചവിട്ടി മെതിക്കുന്നത് ഞാൻ കണ്ടച്ച, ഞാൻ യൂദാസ, എനിക്ക് ജീവിച്ചിരിക്കാൻ അവകാശമില്ല എന്ന് പറഞ്ഞ് ഈ പുള്ളി ഇവിടെ നിലവിളിക്കുക. എന്റെ പ്രിയമുള്ളവരെ, ഈ ലോകത്തിന്റെ മുഴുവൻ മുമ്പിൽ ഒരച്ഛനുമല്ല, ഒരു സിസ്റ്ററുമല്ല, ഒരു അന്മാനുമല്ല, ഇത് കർത്താവ് സത്യമായി ജീവനുള്ള കർത്താവാണെന്ന് പറയുന്നത്. ഇത് സത്യമായി ജീവനുള്ള കർത്താവാണെന്ന് ഈ ചരിത്രം
അച്ഛൻ ഇപ്പൊ ഈ കാര്യം പറയുമ്പോണ്ടല്ലോ, നിങ്ങൾ ഒരു കാര്യം എപ്പോഴും ഓർത്തോണം. കർത്താവ് പറഞ്ഞു കൊടുത്തിട്ട് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ് അച്ഛനിപ്പോ നിങ്ങളോട് പറയാൻ പോകുന്നത്. അച്ഛനിപ്പോ നിങ്ങളോട് പറയാൻ പോകുന്നത് അതിന് ഒറ്റ കുഴപ്പമുണ്ടല്ലോ. ആര് പറഞ്ഞാലും നമുക്ക് വിശ്വസിക്കാൻ പറ്റും. ആ രീതിയിൽ കർത്താവ് നമുക്ക് തെളിയിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ എളിമയോടെ നിൽക്കണം, അതാണ് പ്രശ്നം. എളിമയോടെ കർത്താവിന്റെ മുന്നിൽ നിൽക്കണം. അങ്ങനെ നിന്നാൽ നമുക്ക് കർത്താവിനെ കാണാൻ കർത്താവ് അവസരം നിന്നില്ല. യഥാർത്ഥ വിശ്വാസം കർത്താവ് വരും. ഞാൻ എന്റെ പള്ളിയില് ഇപ്പൊ എടപ്പാളായിട്ടാണ് കണ്ടിരിക്കുന്നത്. ഞാൻ ധ്യാനിപ്പിക്കാനായിട്ട് പോകുന്ന സമയത്ത് 4 ദിവസത്തെ ധ്യാനത്തിനൊക്കെ ആയിട്ട് പോകുമ്പോ ഇവിടെ അടുത്തൊന്നും എല്ലാവരും ദൂരമൊക്കെ ആയിരിക്കും. അപ്പൊ പോകുമ്പോ വേറെ അച്ഛന്മാരൊക്കെ കുർബാന കേട്ടിട്ടേ പോകാൻ പറ്റുള്ളൂ. നമ്മൾ 4 ദിവസത്തേക്ക് വിട്ടു നിൽക്കുന്നതല്ലേ. ഇപ്പം പല പ്രാവശ്യങ്ങൾ അങ്ങനെ അറ്റമാണ്. ബോർഡർ ഫോഴ്സ് ആണ് ഞങ്ങൾ. ഞാൻ ശരീരത്തിനൊക്കെ ഞങ്ങൾ ബോർഡർ ഫോഴ്സ് ആണ്. അപ്പം ആ ഏരിയയിൽ നമുക്ക് അച്ഛന്മാരെ കിട്ടാൻ വലിയ പ്രയാസമാണ്. പിന്നെ ഇവിടുന്ന് കൊണ്ടുവരുമ്പോ അല്ലെങ്കിൽ 5 ഭാഗത്ത് നമുക്ക് അച്ഛന്മാരെ വിളിക്കണം. പിന്നെ ഇപ്പൊ ദൈവാലയത്തിന് തക്കല രൂപതയുടെ ഒരു പള്ളി അവിടെ പുളിയറയുണ്ട്. എന്റെ ഇടവക്കാരൻ എന്റെ ബാച്ചുകാരൻ തന്നെയുള്ള അച്ഛനാണ്. തീർച്ചയായിട്ടും അച്ഛൻ ഉള്ളത് കൊണ്ട് എനിക്ക് ഇങ്ങനത്തെ പോകാൻ പറ്റും. അപ്പൊ ഞാൻ അച്ഛന്മാരെ എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്തിട്ടാണ് പോകുന്നത്. ഒരു പ്രാവശ്യം പോലെ ബുധനാഴ്ച അച്ഛന്മാരൊന്നും കിട്ടിയില്ല. ബുധനാഴ്ച ദിവസത്തേക്ക് ഈ ഏരിയയിലൊന്നും കിട്ടിയില്ല. പിന്നെ അങ്ങ് ആയുധങ്ങളൊക്കെ വിളിച്ചു വരുത്തണം. അത്രയും ദൂരങ്ങളൊക്കെ ഇട ദിവസങ്ങളിൽ ഒരു കുർബാനയ്ക്ക് എങ്ങനെ അച്ഛന്മാരെ വിളിച്ചു വരുത്തുന്നത്. ഞാൻ ഞായറാഴ്ച പള്ളിയിൽ പറഞ്ഞു നമുക്ക് ബുധനാഴ്ച അച്ഛന്മാരെ ഒന്നും കിട്ടിയില്ല, അതുകൊണ്ട് ബുധനാഴ്ച നമുക്ക് കുർബാന ഉണ്ടായിരിക്കില്ല എന്നത്. എന്റെ പ്രിയപ്പെട്ടവര് ഒരു 3 അമ്മച്ചിമാർ ഓടി പിടിച്ച് എന്റെ അടുത്ത് വന്നു. കുർബാന കഴിഞ്ഞ പാടെ, ഞായറാഴ്ച കുർബാന കഴിഞ്ഞ പാടെ ഓടി പിടിച്ച് എന്റെ അടുത്ത് വന്നു. അച്ഛൻ എന്തെങ്കിലും ഒരു അച്ഛനെ ഒപ്പിച്ചതാകാ, കുർബാന ഇല്ലാതെ വരരുത് പ്ലീസ് ഒക്കെ പ്ലീസ്. ഇവനൊക്കെ അറിയില്ല. ഒരു സാധാരണ 3 അമ്മച്ചിമാരാണ്, വെറും സാധാരണക്കാരൻ. അതിൽ 2 പേര് ഹിന്ദു മതത്തിൽ നിന്ന് ക്രിസ്ത്യാനികളായവരാ. ഇവർ എന്റെ അടുത്ത് വന്നത് കരയാണ്. ഇവരോട് വെച്ചാൽ കുർബാന ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കുർബാന ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഇവർ ചെയ്ത പരിപാടി എന്നറിയാം. ഇവർ കൊറോണ കാലത്ത് ഞാൻ വേറെ വെച്ചായിരുന്ന സമയത്ത് ഒരാൾക്ക് പോലും പള്ളി വരാൻ പറ്റാതിരുന്ന സമയത്ത് ഇവര് ഒരു ദിവസം 3, 4, 5 പ്രാവശ്യം പള്ളിയിൽ നിന്ന് വരും. എങ്ങനെയാവോ അച്ഛൻ എപ്പോഴാണ് കുർബാന എന്ന് അച്ഛൻ പറയുകയില്ല. അപ്പൊ അതുകൊണ്ട് അച്ഛൻ കുർബാന ചെല്ലുന്ന സമയത്ത് അച്ഛൻ പള്ളിക്കകത്ത് കുർബാന ചെല്ലുമ്പോൾ ഇവര് അവിടെ ജനലിന്റെ അവിടെ പോലും കുർബാന കേട്ടിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, അച്ഛനായിട്ട് 14 കൊല്ലം കുർബാനയിൽ എനിക്ക് വിശ്വാസമില്ല. ഞാൻ പലപ്പോഴും കുർബാന ഒഴിവാക്കിയിട്ടുണ്ട്. യാത്രയാണ്, അസുഖമാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ പലപ്പോഴും കുർബാന ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു ദിവസം കുർബാന നഷ്ടപ്പെട്ടാൽ എന്തോ കുഴപ്പമായി എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. കർത്താവ് അവരുടെ കണ്ണ് തുറന്നു കൊടുത്തതുകൊണ്ടാണ്. എളിമയോടെ തമ്പുരാന്റെ മുന്നിൽ നിൽക്കുന്നവർക്ക് മാത്രം. ഇത് ഡോക്ടറെ എടുത്താലോ അല്ലെങ്കിൽ വലിയ പഠിത്തം നടത്തിയാലോ തിരുവോളജി പഠിച്ചാലോ ഒന്നും കിട്ടുകയല്ല. തമ്പുരാൻ കർത്താവ് കണ്ണു തുറന്നു കൊടുത്താൽ മാത്രം അനുഭവിക്കാൻ പറ്റുന്ന ഒരു സത്യമാണ് വിശുദ്ധ കുർബാന. സത്യമായ ജീവനുള്ള കർത്താവാണ്. നീ ഒരു കാര്യം വെച്ചുകൊണ്ട് പറയാം. വിശുദ്ധ കുർബാന എന്തിനാണ് കർത്താവ് തന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഈശോ വിശുദ്ധ കുർബാനയായി മാറിയത്? എന്തിനാണ്? ഉറപ്പ് പറയണം. മനുഷ്യനോട് കൂടെ ആയിരിക്കാം. ശരിയാണ്, മനുഷ്യനോട് കൂടെ ആയിരിക്കാം അല്ലെ? കൂടെ ആയിരിക്കുക എന്നുള്ളത് കർത്താവിന്റെ ഒരു ഉദ്ദേശമാണ്. പക്ഷെ ഈശോ വിശുദ്ധ കുർബാനയായി തീർന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, അതിന്റെ പ്രൈമറി ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്യമുള്ളൂ. എന്താണെന്നറിയാമോ? ഇത് മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 50-ാമത്തെ വാക്യം. ഈ ഒറ്റ കാരണമാണ് എന്താ പറയുന്നത്? ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. ഇവിടുത്തെ വീഡിയോ എന്തിനാണ് കർത്താവ് വിശുദ്ധ കുർബാനയായി തീർന്നത്? എന്തിനാണ്? മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി. കർത്താവ് എന്തുകൊണ്ടാണ് വേറൊരു രൂപത്തിലാവാതിരുന്നത് എന്ന് ചോദിച്ചാൽ ഒറ്റ കാരണങ്ങളോട്. ഇത് കർത്താവ് തന്നത് മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കർത്താവിന് പല രൂപത്തിൽ വേണമെങ്കിൽ ആകാമായിരുന്നു. പക്ഷെ ഇതിന്റെ ലക്ഷ്യം മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നതുകൊണ്ടാണ് ഈശോ അപ്പമായിട്ട് മാറിയത്. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഈ വിശുദ്ധ കുർബാനയുടെ പ്രൈമറി ലക്ഷ്യം എന്ന് പറയുന്നത് എന്തിനാണ്? മനുഷ്യൻ ഭക്ഷിക്കുന്നതിന്. എന്ന് പറഞ്ഞാൽ കർത്താവ് പറയുകയാണ്, ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കില്ല. കർത്താവിന്റെ മുന്നിൽ നിന്ന് ആരാധന നടത്തുന്നവൻ മരിക്കില്ലെന്നല്ല പറഞ്ഞത്. ആരാധന നടത്തരുതെന്നല്ല പറഞ്ഞത്. ആരാധന എന്ന് പറയുന്നത്, ദിവ്യകാരുണ്യ ആരാധന എന്ന് പറയുന്നത് കർത്താവിനെ നേരിട്ട് കണ്ടുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന അവസരമാണ്. ഈ ലോകത്തിൽ നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും വാങ്ങിച്ചെടുക്കാൻ ഇതിനേക്കാൾ നല്ലൊരു അവസരം വേറെ ഇല്ല. പക്ഷേ ഈശോ വിശുദ്ധ കുർബാന ആയതിന്റെ പ്രൈമറി ഉദ്ദേശം എന്താണെന്നറിയാമോ? മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി. കാരണം കർത്താവ് പറയുകയാണ്, ഇത് ഭക്ഷിക്കുന്നവന് എന്തുണ്ട്?
നിത്യജീവനുണ്ട്, അവൻ മരിക്കുകയില്ല. അവിടെ കൊണ്ട് നിർത്തിയതിന്റെ കുഴപ്പമില്ലായിരുന്നു, വേറെ എന്തെങ്കിലും ആളുകൾ പോകുമെന്ന് വിചാരിക്കാമായിരുന്നു സ്വർഗത്തിൽ പോകാൻ. കർത്താവ് പറയുകയാണ്, ഇത് നീ ഭക്ഷിക്കുന്നില്ലെങ്കിൽ നിനക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. അതാണ് കർത്താവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ യോഹന്നാൻ സുവിശേഷം 6:53 ഈശോ പറഞ്ഞു, സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. നിങ്ങൾ പറഞ്ഞ വളരെ കേൾക്കുന്നുണ്ട്. അതായത് കർത്താവ് പറയുകയാണ്, ഈ അപ്പം ഭക്ഷിക്കുന്നവരുടെ നിത്യജീവൻ ഉണ്ട് എന്ന് മാത്രമാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഇതല്ലാതെ മറ്റു വഴിയുമുണ്ട് നിത്യജീവന് എന്ന് നമുക്ക് വിചാരിക്കാമായിരുന്നു. പക്ഷെ കർത്താവ് പറയുകയാണ്, ഇത് ഭക്ഷിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടായിരിക്കുകയില്ല. അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത്, 24 മണിക്കൂർ ദിവ്യാനത്തിന് മുമ്പിൽ നിന്ന് ആരാധന നടത്തിയാലും ചെയ്യാവുന്ന സകല സൽപ്രവൃത്തികളും ചെയ്താലും എന്തെല്ലാം നല്ല ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചാലും നീ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നില്ലെങ്കിൽ നിനക്ക് എവിടെ പോകാൻ പറ്റുവരാ? എവിടെ പോകാൻ പറ്റുവരാ? സ്വർഗത്തിൽ പോകാൻ പറ്റുവരാ. അതുകൊണ്ടാണ് കർത്താവ് പോയവരെ തിരിച്ചു വിളിക്കാതിരുന്നത്. കാരണം ഇത് നീ വിശ്വാസത്തോടെ നീ ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ, ഭക്ഷിക്കുന്നില്ലെങ്കിൽ നിനക്ക് നിത്യജീവൻ ഉണ്ടായിരിക്കുകയില്ല. അത് കർത്താവ് സമർപ്പിച്ചു പറയുന്ന കാര്യമാണ്. വേറെ ഒരു ഓപ്ഷൻ ഇല്ല. സ്വർഗത്തിൽ പോകാൻ വേറെ യാതൊരു ഓപ്ഷനും ഇല്ല കഥകളെ. അതുകൊണ്ടാണ് നമ്മുടെ സഭാപിതാക്കന്മാരൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്, വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് നിനക്ക് സ്വർഗത്തിലേക്കുള്ള പാഥേയമാണ്. എന്താണ് പാഥേയമാണ്. എന്താണ് ഈ പാഥേയം എന്ന് പറഞ്ഞാൽ? എന്താണ്? വഴിയല്ല, വഴിച്ചോറ് എന്ന് പറഞ്ഞാൽ പൊതിച്ചോറ് എന്ന് പറയും. എന്ന് പറഞ്ഞാല് ഞാനിപ്പോ മലബാറിലേക്ക് പോകാന്ന് വിചാരിച്ചു. ട്രെയിനിലാണ് പോകുന്നത്, വീട്ടിൽ നിന്ന് പോവാണ്. വീട്ടിൽ ഞാൻ ട്രെയിനിൽ മലബാറിലേക്ക് പോകുമ്പോൾ എന്റെ മമ്മി സ്നേഹത്തോടുകൂടി എനിക്കൊരു 3-4 ചപ്പാത്തിയും ഇച്ചിരി കറിയൊക്കെ പൊതിഞ്ഞിട്ട് തരും. എന്നോട് പറയും, മോനെ നീ ഇത് കഴിച്ചോണം, അസുഖങ്ങളൊക്കെ ഉള്ളതാണ്, കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ നീ അങ്ങ് വരെ എത്തുകയല്ല. അതിന് മുമ്പ് നീ തകർന്നു പോകും. മനസ്സിലാകുന്നോ? അതുകൊണ്ട് നീ അങ്ങ് വരെ എത്താൻ വേണ്ടി, നീ ഇടയ്ക്ക് വെച്ച് തളർന്ന് വീഴാതിരിക്കാൻ വേണ്ടി എന്റെ മമ്മി എനിക്ക് സ്നേഹത്തോടെ പൊതിഞ്ഞു കെട്ടിത്തരുന്ന ഈ ചപ്പാത്തിയുടെ പേരാണ് എന്ത്? പാഥേയം. ഇവിടുന്ന് കിട്ടിയോ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്കുള്ള നിന്റെ വഴി ഞെരുക്കമുള്ള വഴിയാണ്, ബുദ്ധിമുട്ടുള്ള വഴിയാണ്, ഒത്തിരിയേറെ പ്രയാസങ്ങൾ നിറഞ്ഞ വഴിയാണ്. അവിടെ നീ യുദ്ധം ചെയ്യേണ്ടി വരും. അപ്പോ നിന്റെ സ്വർഗസ്ഥനായ പിതാവ് നീ സ്വർഗത്തിൽ എത്തുന്ന വഴിയിൽ വെച്ച് തളർന്ന് വീഴാതിരിക്കാൻ, നിന്നെ ആരും തകർത്ത് കളയാതിരിക്കാൻ, നിനക്ക് ആരോഗ്യം ലഭിക്കാൻ വേണ്ടി സ്വന്തം പുത്രനെ കഷണമാക്കി മുറിച്ചു വെച്ച് തന്നിരിക്കുന്നതാണ് ഈ വിശുദ്ധ കുർബാന. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധ കുർബാനയുടെ പുറംതിരിഞ്ഞു നിന്നാൽ, ഈ കുർബാനയുടെ പുറംതിരിഞ്ഞു നിന്നാൽ നമുക്ക് സ്വർഗത്തിലെത്താൻ പറ്റുക യാതൊരു വഴിയില്ല. അതുകൊണ്ടാണ് സഭ വളരെ വ്യക്തമായി നമ്മോട് പറയുന്നത്, ഞായറാഴ്ച പരിശുദ്ധ കുർബാനയിൽ പൂർണ്ണമായി സംബന്ധിക്കാതിരുന്നാൽ, വിശുദ്ധ കുമ്പസാരം നടത്താതെ കുർബാന സ്വീകരിക്കാൻ പാടില്ല. ബാക്കി എല്ലാ കാര്യത്തിലും നീ ലഘുവായ പാപങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ നീ വിശുദ്ധ കുർബാനയുടെ സമയത്ത് തൊട്ടടുത്ത് എനിക്ക് അവസരം കിട്ടുമ്പോൾ കുമ്പസാരിച്ചോളാം എന്ന് വാഗ്ദാനം ചെയ്ത് ഇടമയോടെ പാപമോചനത്തിനായി പ്രാർത്ഥിച്ചിട്ട് കുർബാന സ്വീകരിക്കാം എന്ന് പഠിപ്പിക്കുന്ന സഭ വളരെ വ്യക്തമായിട്ട് നമ്മോട് പറയും, ഞായറാഴ്ച മുഴുവൻ കുർബാനയിൽ സംബന്ധിക്കുന്നില്ല എങ്കിൽ, അതെന്ത് കാരണം കൊണ്ടാണെങ്കിലും കുർബാനയിൽ സംബന്ധിക്കുന്നില്ലെങ്കിൽ കുമ്പസാരിക്കാതെ കുർബാന സ്വീകരിക്കാൻ പാടില്ല എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ചെയ്യാവുന്ന ഏറ്റവും വലിയ ദൈവ നിന്ദയാണ് ഞായറാഴ്ച ഇതിനേക്കാൾ വലിയ തിരക്ക് എനിക്കുണ്ട് എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ നിന്നെ സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടി, നിനക്ക് വേണ്ടി കർത്താവ് ഒരു കാര്യമില്ല, നിന്നെ സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടി തമ്പുരാൻ കർത്താവ് സ്വന്തം പുത്രനെ ഈ ലോകത്തിലേക്ക് വിട്ട് സഹിക്കാവുന്ന മുഴുവൻ സഹനം സഹിച്ചിട്ട് നിന്നോടുള്ള സ്നേഹം കൂടി കൊതി തീരാനിട്ട് കർത്താവ് അപ്പമായി നിന്റെ അടുത്തോട്ട് വരിക. എന്താണെന്നറിയാമോ? ഞാൻ നിന്റെ ഉള്ളിൽ കയറാം, നിന്നെ ഞാൻ എന്റെ ഉള്ളിൽ എടുത്തോണ്ട് സ്വർഗത്തിൽ കയറ്റാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്ന് പറഞ്ഞാൽ മനുഷ്യന് കർത്താവ് കൊടുത്തത് പറുദീസയാണ്. അവൻ അവിടെ വരെ അവകാശമുള്ളൂ. മനുഷ്യന് പറുദീസ വരെ അവകാശമുള്ളൂ. മനുഷ്യൻ സ്വർഗത്തിൽ കയറണമെങ്കിൽ ദൈവത്തിന്റെ ദൂതന്മാരും ദൈവപുത്രനും കയറുന്നതാണ് സ്വർഗം. അവിടെ നിന്നെ കേൾക്കണമെങ്കിൽ നിന്നെ ദൈവപുത്രനാക്കിയെങ്കിലേ അവിടെ കേൾക്കാൻ പറ്റുള്ളൂ. ഇവിടെ കിട്ടുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ കർത്താവ് എന്ന വാഗ്ദാനം എന്നറിയാമോ? നീ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഞാൻ നിന്നിലും നീ എന്നിലുമാണ്. എന്താണ് പറയുന്നത്? ഞാൻ നിന്നിലും നീ എന്നിലും എന്ന് പറഞ്ഞാൽ കർത്താവ് നമ്മുടെ ഉള്ളിൽ വരുന്നത് പറയാൻ നമുക്ക് വിശ്വസിക്കാൻ എളുപ്പമാണ്, നമ്മൾ സ്വീകരിക്കുന്നുണ്ടല്ലോ. അതേസമയത്ത് കർത്താവ് പറയാണ്, നീ എന്നിലും ഞാൻ നിന്നിലും. എന്ന് പറഞ്ഞാൽ നീ കുർബാന സ്വീകരിക്കുമ്പോൾ നീ കയറുന്നത് കർത്താവിന്റെ ഉള്ളിലാണ്.
പിന്നെ നടന്ന് സ്വർഗത്തിൽ കയറുന്ന ആരാണ്? ഈശോയാണ്. എന്ന് പറഞ്ഞാൽ ദൈവപുത്രന് മാത്രമേ അവിടെ കയറാൻ പറ്റുള്ളൂ. നിന്നെ അകത്തെടുത്തോണ്ടാണ് നിന്നെ കർത്താവ് സ്വർഗത്തോട് എത്തിക്കുന്നത്. അതാണ് എന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് പറയുന്നത് കുർബാന സ്വീകരിക്കാതെ കർത്താവ് നിന്നെ എടുത്ത് അകത്ത് വെക്കാൻ പറ്റില്ല. കുർബാന സ്വീകരിച്ചെങ്കിലേ നീ സ്വർഗത്തിൽ എത്തുള്ളൂ എന്ന് പറയാനുള്ള കാരണം അതുകൊണ്ടാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതേ നാവുകൊണ്ട് നിങ്ങൾ ഓർക്കണം, ഒരാളെ സ്വർഗത്തിലെത്തിക്കാനും നരകത്തിലെത്തിക്കാനും എളുപ്പമുള്ളതാണ് എന്ത് വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ നീ യോഗ്യതയോടെ ഈ അപ്പം സ്വീകരിക്കുകയും ഈ പാനപാത്രത്തിൽ കുടിക്കുകയും ചെയ്താൽ നീ എവിടെ എത്തും? വേറെ ഒന്നും ചെയ്യണ്ട. യോഗ്യതയുടെ കുർബാന സ്വീകരിച്ചാൽ മാത്രം മതി നീ എവിടെ എത്താൻ? സ്വർഗത്തിലെത്താൻ. അതേ നാമങ്ങളുടെ കർത്താവ് പറയാണ് കോർന്തോസുകാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 11-ാം അധ്യായം 29-ാമത്തെ വാക്യം. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തന്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ ഈ ഒറ്റ കാര്യം ചെയ്താൽ മതി. അയോഗ്യതയുടെ കുർബാന സ്വീകരിച്ചാൽ മാത്രം മതി നമ്മൾ എവിടെ പോവാൻ? നരകത്തിൽ പോവാൻ. എന്ന് പറയുന്നത് അയ്യോ എനിക്ക് യോഗ്യതയില്ലേ, അതുകൊണ്ട് ഞാൻ കുർബാന സ്വീകരിക്കുന്നില്ലേ എന്ന് പറയാൻ പറ്റുമോ? കാരണം എന്താണ്? ഇത് സ്വീകരിക്കുന്നില്ലെങ്കിൽ നിനക്ക് എവിടെ പോകാൻ പറ്റുമല്ല? സ്വർഗത്തിൽ പോകാൻ പറ്റുമല്ല. അതായത് നിനക്ക് യോഗ്യതയില്ല എന്ന എക്സ്ക്യൂസ് വെച്ച് നിനക്ക് കുർബാന സ്വീകരിക്കാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ സാധ്യമല്ല. കാരണം നിനക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ആവർത്തിച്ച് ചെയ്യാവുന്ന കൂദാശയായി കർത്താവ് ഉപസാരം ഒരുക്കി വെച്ചിട്ടുണ്ട്. നീ അയോഗ്യനാണെങ്കിൽ നീ യോഗ്യതയുടെ കുർബാന സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും ആവർത്തിക്കാവുന്ന കൂദാശയായി കർത്താവ് ഉപസാരത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്നത് നീ എപ്പോഴും ഇത് സ്വീകരിക്കണം എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, എന്തുമാത്രം അവസരം കിട്ടുന്നോ അത്രയും അവസരത്തിൽ കുർബാന നമ്മൾ സ്വീകരിക്കാൻ പഠിക്കണം. കാരണം ഇതല്ലാതെ എന്റെ രക്ഷയ്ക്ക് വേറെ ഒരു മാർഗവുമില്ല. ഇതല്ലാതെ വേറൊരു മാർഗം എന്ന് ഉണ്ടെന്ന് ആരെങ്കിലും പഠിപ്പിച്ചാൽ അവൻ വചനത്തിന് വിരുദ്ധമായി പഠിപ്പിക്കുന്നത്. കാരണം കർത്താവ് പറയാണ്, ഇത് ഭക്ഷിക്കുന്നത് നിത്യജീവനുണ്ട്, ഇത് ഭക്ഷിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടായിരിക്കുകയില്ല.